ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എനിക്ക് വേണ്ടി മാത്രം ദേവി എത്തിച്ചതാ അവളെ അവിടെ. എനിക്ക് വേണമെങ്കിൽ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയ വിവരം എല്ലാവരോടും മറച്ചു വെക്കായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞപ്പോ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഞാൻ കുറ്റക്കാരനായി. ഇന്ന് അവൾ എന്റെ ഭാര്യയാണ്. എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. എന്നേക്കാളേറെ അല്ല, 10 മടങ്ങ്, അല്ലല്ല അതിനു മുകളില്. അതൊക്കെ പോട്ടെ. വന്ദന ഇപ്പോഴും ജഗനെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല അല്ലേ? ഒരു പെണ്ണ് അബോധാവസ്ഥയിൽ കിടക്കുമ്പോ കഴുത്തില് താലി കെട്ടിയിട്ട് മറഞ്ഞിരിക്കുന്നത് പോലെ അത്ര ഈസി അല്ല ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ. വന്ദന നിന്നെ എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം നീ അവളെ സ്നേഹിക്കണം. സ്നേഹിച്ച് അവളെ കൊണ്ട് ഭർത്താവാണെന്ന് അംഗീകരിപ്പിക്കാൻ നിനക്ക് സാധിക്കണം. അവിടെയാണ് നിന്റെ വിജയം. ജാതകദോഷം കൊണ്ട് കല്യാണം മുടങ്ങിപ്പോയ ഒരു പെണ്ണിനോട് സഹതാപം തോന്നി അവളെ കെട്ടിയതല്ല ഞാൻ. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഏതു വിധേനയും സ്വന്തമാക്കണമെന്ന് കരുതി അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാ. എന്റെ സങ്കല്പത്തിലെ പെണ്ണാ അവള്. ഏതു മാർഗവും ഉപയോഗിച്ച് ആ മനസ്സിൽ എനിക്ക് ഇടം പിടിക്കണം. വന്ദനയില്ലാത്തൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ജഗ, നിന്നെ കിട്ടിയത് അവളുടെ ഭാഗ്യമാണോ അതോ അവളെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ രണ്ടുപേരുടെ ഉള്ളില് നന്മയുണ്ടെന്ന് എനിക്കറിയാം. അത് പരസ്പരം തിരിച്ചറിയുന്നൊരു ദിവസം വരും. അതുവരെ വന്ദനയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തര പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ലടാ ഈ ഭൂമിയില്. ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ തരാം. ജഗൻ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്ക്. ഒരു പെണ്ണിനെ കറക്കിയെടുക്കാനുള്ള മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കൊള്ളാലോ. എത്ര നോവലുകൾ എഴുതിയിരിക്കുന്ന ആളാ ഈ ദളവ കുടുംബത്തിലെ ഊർമിള. ഇനി ഞാൻ എഴുതാൻ പോകുന്ന എന്താണെന്നറിയോ? ഒരു വലിയ ആഴ്ചപ്പതിപ്പിലെ നോവല. കഥ നിങ്ങളുടേതും. നായകൻ ജഗൻ, നായിക വന്ദന. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പല ട്വിസ്റ്റുകൾക്കും എന്റെ സഹായം ജഗനുണ്ടാവും. ഏയ് മോനെ, എഴുന്നേക്ക്. സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി എന്നൊന്ന് നോക്കട്ടെ.